അസിഡിക് സോയിലിൽ കൃഷി ശരിയാവില്ല. അപ്പോൾ 6-ക്ക് 7.5-ക്ക് ഉള്ളിലുള്ള ഒരു pH കിട്ടണം. അതിന് ഏറ്റവും സാധാരണ കർഷകൻ ചെയ്യുന്നത് ഈ പറയുന്ന കുമ്മായം വാരിയിടുകയാണ്. കുമ്മായം കാൽസ്യം ഓക്സൈഡാണ്. ആ കാൽസ്യം ഓക്സൈഡ് മണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ മണ്ണിലുള്ള മൈക്രോബ്സും മണ്ണര എല്ലാം ചത്തുപോകും. ഒറ്റയടിക്ക് pH 9-ലേക്ക് എത്തും. അത് ചെടിക്ക് നല്ലതല്ല. ഒരു 45 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഡൗൺ ആയി വീണ്ടും അസിഡിക് സോയിലാവും. പക്ഷെ നമ്മൾ ഈ പച്ചക്ക് പൊടിച്ച് ഇതിൻ്റെ കൃത്യമായ അനുപാതത്തിൽ മഗ്നീഷ്യവും ചേർത്ത് മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇത് പൊടിച്ച് ഇതിൻ്റെ തരികൾ മണ്ണിലുണ്ടെങ്കിൽ എപ്പോഴൊക്കെ മണ്ണിൻ്റെ pH താഴുന്നോ ഓട്ടോമാറ്റിക്കലി ഇത് പൊടിഞ്ഞ് pH 7-ലേക്ക് എത്തും. 7-ലേക്ക് എത്തിയാൽ ഇത് പൊടിയിൽ ക്ലോസ് ആവും. പിന്നെയും ഒരു വലിയ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ 5.5 മഴവെള്ളത്തിൻ്റെ pH. അപ്പോൾ pH വീണ്ടും താഴും. അപ്പോൾ വീണ്ടും ഇത് പൊടിയാൻ തുടങ്ങും. അപ്പോൾ മണ്ണിൽ വർഷം മുഴുവൻ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് pH 7-ൽ സസ്റ്റെയിൻ ചെയ്യിക്കാനാണ് നമ്മൾ ഈ pH ബൂസ്റ്റർ കൊടുക്കുന്നത്. മറ്റേ നമ്മളുടെ കുമ്മായം ഇടുമ്പോൾ 45 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇടുന്നു. ആ സമയത്ത്